കൊടിയ കിലോ ചിക്കൻ വാങ്ങി തിന്നാം. ഹലോ ഗൈസ്, ഐ എം ലക്ഷ്മി. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ലോണ്ടറി കൊടുക്കാനാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, നമുക്ക് 2 വലിയ പുതപ്പുകളുണ്ട്. അത് കഴുകിയിട്ട് കുറച്ചധികം നാളുകളായി. നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കില്ല. അതുകൊണ്ട് നമ്മൾ ലോണ്ടറി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു ബ്ലാങ്കറ്റിന് 200 റുപ്പീസ് ആണ് കേട്ടോ വരുന്നത്. നമ്മൾ നമ്മുടെ ഒരു മന്ദക്കൻ ഇതുണ്ട്, ഒരു ബ്ലാങ്കറ്റ്. അത് നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതൊരു 10 കിലോ വരും. സോ അത് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ഫിഷ് വാങ്ങാനുള്ള പരിപാടിയാണ്. ബ്ലാക്ക് ട്യൂണ. എന്നിട്ട് നമ്മൾ ബീഫ് ബർഗർ ട്രൈ ചെയ്യാൻ പോവാം. ഫ്ലിപ്പിൻ ബർഗർ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, HSR. ബീഫ് ബർഗർ നാട്ടിൽ നിന്ന് കഴിച്ചിട്ടുള്ളൂ. ഇവിടുന്ന് ഇതുവരെയായിട്ട് കഴിച്ചിട്ടില്ല. നമ്മുടെ ഒരു ക്ലയൻറ്റ് സജസ്റ്റ് ചെയ്ത സ്പോട്ടാണ്. സോ നമ്മൾ ആദ്യം പോയി ഫിഷ് വാങ്ങിയിട്ട് പിന്നെ അവിടെ നമ്മൾ നേരെ ഈ സ്മാഷ് ബർഗർ കഴിക്കാൻ പോവാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ഇന്ന് ആഗസ്റ്റ് 15 ഈ വീഡിയോ എന്നാ വരാമെന്നറിയില്ല. നമ്മൾ ഇപ്പോൾ എടുത്ത് വെക്കുന്നു. എന്നിട്ടെല്ലാം കഴിയുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഇതേ മീൻ വാങ്ങാൻ വേണ്ടി വന്നേക്കാണ്. ഇവിടെ ഇഷ്ടം പോലെ മീനുകളുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് ട്യൂണയാണല്ലോ, അതിവിടെ ഉണ്ടായിരുന്നില്ല. പകരം ഈ ഒരു നെയ്മീനാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ആ മീൻ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു നെയ്മീൻ ഇവിടെ ഒടുക്കത്തെ വിലയാണ് ഗൈസ്. 1 kgക്ക് 1300 രൂപ അങ്ങോട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങിയെന്നേ ഉള്ളൂ. ഇനി നമ്മൾ എന്തായാലും വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും ഈ മീൻ നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. ആൾ കട്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എത്രയൊക്കെ പറഞ്ഞാലും ഇത് വേർത്തല്ല. നമ്മളൊരു 1/2 kg ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതാകെ 2, 3, 4, 5 പീസ് അങ്ങോട്ടാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇനി നമുക്ക് ഇങ്ങനെ ആഗ്രഹം തോന്നുമ്പോൾ നാട്ടിൽ പോയി കഴിക്കാം ഗൈസ്. നാട്ടിൽ പോയി കഴിക്കണമാണ് നല്ലത്. 1/2 കിലോന് 676 രൂപ. ഭയങ്കര വില ഇവിടെ. നോർത്തൻ ചിക്കൻ. എത്ര കിലോ ചിക്കൻ വാങ്ങി തിന്നാം? അതെ, 1/2 കിലോ 4-5 പീസുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേ ഫ്ലിപ്പിൻ ബർഗേഴ്സിലെത്തിയിട്ടോ. പുറത്തുനിന്ന് കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. ബീഫ് ബർഗർ കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. മെയിനായിട്ടും ഇവിടെ ബീഫ് ബർഗർ കിട്ടും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഞാൻ ബീഫിൻ്റെ അത്ര ഫാൻ അല്ലാത്തതുകൊണ്ടും ചിക്കൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും ഞാൻ പെരി പെരി ചിക്കൻ ബർഗറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുഞ്ഞൻ ബീഫ് ബർഗറുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കംഫർട്ടബിൾ ആയിട്ട് കൊടിയ ബീഫ് കൊടിയ ബീഫ് കൊതിയൻ ഉണ്ട്. ബട്ട് ഞാൻ ചിക്കൻ കൊതിയൊക്കെ ആയതുകൊണ്ട് ഞാൻ ചിക്കനാണ്. ഏത് പടം നിനക്ക് വേണ്ടല്ലോ രണ്ടും? ഇതാണോ ബീഫ്? തല തിരിച്ചു വെച്ച് ഹാൻഡിൽ വിത്ത് കെയർസ് ഉണ്ട്. ഇങ്ങനെയുണ്ട്. നാട്ടിലത്തെ ബീഫ് ബർഗറാ. ആദ്യമായിട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റ്. ഭേദം നമ്മുടെ ഒലിവല്ലേ ലാഭല്ലേ.
ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ബർഗേഴ്സ് അത്ര പോരായിരുന്നു. കാരണം നല്ല പ്രൈസുമായിരുന്നു. ആ പ്രൈസിനൊത്ത ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല, അതിനൊത്ത ടേസ്റ്റും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. അത് കഴിഞ്ഞ് നമ്മളിത് പോകാൻ ഇറങ്ങുന്ന സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങനെ അത് തുറന്നതിന് ശേഷം നമ്മളിത് മീൻ കറിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.